ഓക്കെ. ശ്രീ അരവിന്ദാക്ഷൻ എന്നോടൊപ്പം ചേരുന്നു പാലക്കാട് നിന്നാണ്. അരവിന്ദാക്ഷൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വിളിക്കുന്നത് കേട്ടോ, അല്ലേ? നമസ്കാരം. കുറേ ദിവസങ്ങൾക്ക് ശേഷമല്ലേ വിളിക്കുന്നത്? അതെ അതെ, വിളിച്ച് കിട്ടാത്തതുകൊണ്ടാ മറ്റേ ബായി കിട്ടുന്നില്ല അല്ലേ? വിളിച്ച് കിട്ടാത്തതുകൊണ്ടായിരുന്നു വിളിക്കാൻ പറ്റാത്തത്. ശരി. ഇതിപ്പം സുരക്ഷാ വീഴ്ച എന്നുള്ളത് തർക്കമേയിലെ സുരക്ഷാ വീഴ്ചയാണ്, നാണക്കേടുമാണ്. പിന്നെ നമ്മള് തള്ളലിൽ വലിയ കാര്യം, ഹെലികോപ്റ്റർ തള്ളലായി പോയി എന്നുള്ളത് സന്തോഷം. അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ കാർ തള്ളുന്നു, ബസ് തള്ളുന്നു, മൊത്തത്തിൽ തള്ളുന്നു, ഹെലികോപ്റ്ററും തള്ളുന്നു, അങ്ങനെ ആയി പോയോ? രാഷ്ട്രപതി, ഇന്ത്യൻ നമ്പർ 1 പ്രഥമ പൗരയല്ലേ അവര്? ഒരു മര്യാദ കാണിക്കണ്ടേ? കേരളം നാണക്കേട് തന്നെയാണ്. പക്ഷെ ഇതിൽ കേരളത്തിന്റെ ഭാഗത്തൊരു തെറ്റുണ്ടോ? അല്ല, ഉദ്യോഗത്തിൽ ശ്രദ്ധിക്കണ്ടേ? ഇതൊക്കെ ആഴ്ചകൾക്ക് മുമ്പ് ട്രയൽ എടുക്കണം. അവര് നമ്പർ 1 പൗരയല്ലേ? നമ്മളത് ഒരാഴ്ച മുമ്പ് തന്നെ പ്ലാൻ 1 പ്ലാൻ ബി ഇതൊക്കെ ശരിയാക്കേണ്ടതാണ്. നമുക്ക് ഇത് നേരത്തെ കൂട്ടിയാണ് ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത്, അതിൽ സംശയമില്ല. അപ്പോൾ ഒരു വഴി മാത്രം രാഷ്ട്രപതിക്ക് വരാം എന്നൊരു നിലപാട് നമ്മൾ എടുക്കാൻ പറ്റില്ല. 2 or 3 വഴികൾ നമ്മൾ സാധാരണ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പ്ലാൻ ബി ഒക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ അതിന് നമ്മുടെ ജിനീഷ് കുമാർ ന്യായീകരിക്കുക അവര് പാടില്ല. അങ്ങനെ തെറ്റുപറ്റി എന്ന് പറയണം. പിന്നെ ന്യായീകരണങ്ങൾ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. എന്ത് ചെയ്യും? അപ്പോൾ റവട ചന്ദ്രശേഖർ പറയുന്നത് ഹെലിപാഡ് വളരെ വൈകിയാണ് തയ്യാറാക്കിയത്, ലാൻഡിങ് ചെയ്യാൻ ഒരു ക്രമീകരണം ഉണ്ടായി, എന്നാൽ ലാൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി അത് ലാൻഡ് ചെയ്തു, അപ്പം അതുകൊണ്ടൊന്ന് തള്ളി നീക്കി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് യഥാർത്ഥ തള്ളലാണോ അതോ ശരിക്കും പറയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നോടൊപ്പം അഖിൽ കാസർഗോഡ് നിന്ന് ചേരുകയാണ്. അഖിൽ, ഹലോ, കേൾക്കാമോ? ഉറക്കെ സംസാരിക്കണം. കേൾക്കാം. അഖിലിന് ഇത് കണ്ടപ്പോഴേ എന്ത് തോന്നി? നമ്മുടെ ഒരു സാധാരണ ഞങ്ങള് ബസ്സും കാറും ബൈക്കൊക്കെ തള്ളാറുണ്ട്, ആദ്യമായിട്ടാണ് ഒരു ഹെലികോപ്റ്റർ തള്ളുന്ന കാണുന്നത്. അപ്പോ ഇത്രയും ഒരു സുരക്ഷയുടെ വീഴ്ച ഭയങ്കര മോശമായി. ഓക്കെ. രാജൻ തിരുവല്ലയിൽ നിന്ന് എന്നോടൊപ്പം ചേരും. ശ്രീ രാജൻ കേൾക്കാമോ? കേൾക്കാം. ശ്രീ രാജൻ, ഇത് എത്രയൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ പാലിച്ചാലും ചിലപ്പോൾ ചില വീഴ്ചകൾ വരും. അങ്ങനെ വന്നതായി കണക്കാക്കാനാകുമോ? അതോ കുറ്റമറ്റ രീതിയിൽ രാഷ്ട്രപതിയെ സന്നിധാനത്തെത്തിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ വേണ്ട രീതിയിൽ ഗൗരവത്തോടെ പാലിച്ചില്ല എന്നാണോ മനസ്സിലാകുന്നത്? ഗൗരവത്തോടെ പാലിച്ചില്ലെന്ന് തന്നെ പറയണം. പൈലറ്റ് പറഞ്ഞാൽ 48 മണിക്കൂർ കൊണ്ട് കോൺക്രീറ്റ് സെറ്റാവും. ഇത് 12 മണിക്കൂർ പോലും ആയില്ല കോൺക്രീറ്റ് സെറ്റാവും. പൈലറ്റിന് അറിയത്തില്ല, എന്നാൽ കേരളത്തിലുള്ള എഞ്ചിനീയേഴ്സിന് അറിയത്തില്ലയോ ഈ കോൺക്രീറ്റ് ഒക്കെ 48 മണിക്കൂർ കൊണ്ടുപോലും തെറ്റാവത്തില്ല. ഈ സെക്കൻഡ് ഓപ്ഷന് തേർഡ് ഓപ്ഷനൊക്കെ വേണ്ടായോ? ഒരു പ്രഥമ വനിത കേരളത്തിൽ വരുമ്പം കേരളത്തിലെ നമ്മുടെ സർക്കാർ അതൊക്കെ ഓർക്കണ്ടായോ? ഇത് വളരെ തെറ്റായിപ്പോയി, വളരെ മോശമായിപ്പോയി. ഏതായാലും ഇത് ലാൻഡ് ചെയ്യാൻ പറ്റില്ലെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഗൗരവത്തോടെ അവരെ ബോധ്യപ്പെടുത്തിയോന്ന് എനിക്കറിയില്ല. ഏതായാലും അതിന്റെ വിശദാംശം അന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്, അല്ലേ? വളരെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. യെസ്, വ്യക്തമാണ്. അപ്പോൾ രാമചന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്ന്. ശ്രീ രാമചന്ദ്രൻ, നമസ്കാരം. സാറേ, ഇത് പറഞ്ഞാല് നമ്മളെ മലയാളക്കരെ ആകെ നാണം കെടുത്തി എന്ന് തന്നെ പറയാം. ഒന്ന്, രണ്ടാമത് നമ്മുടെ രാജ്യത്തിന്റെ മാനം തന്നെ നാണം കെടുത്തുന്ന രീതിയിലാണ് ഇവർ ഈ പെരുമാറിയത്. 12 മണിക്കൂറൊക്കെ മുന്നേ കോൺക്രീറ്റ് ചെയ്യാറിഞ്ഞാല് ഇവർക്ക് തലയ്ക്ക് എന്താ ഒരു ഇതില്ലേ? ഒന്ന് സംഭവിക്കാഞ്ഞത് ഓക്കെ, നല്ല കാര്യം എന്ന് പറയാം. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അന്നേരം ആരുടെ പേരിൽ അത് കുറ്റം ചുമത്തുക? ആരും തള്ളി നീക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്താ കാർ തള്ളി നീക്കുന്ന പോലെത്താ? ഇത്രയും മോശപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞാല്